നിഗൂഢതകളുടെ ഒരു മഹാസാഗരമാണ് നിധിയെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഈ കണ്ണിൽ നിന്നും ഒരു പുതിയ അടവ് നയത്തിന്റെ തിരയിളക്കം ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ബിസിനസ്മാനാണ്. സ്ഥായിയായ ശത്രുവോ മിത്രമോ എനിക്കില്ല. നേട്ടത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലാഭത്തിന്റെ കണ്ണിയിൽ കാൽ പണം അധികം കണ്ടാൽ അവിടേക്ക് ചുവട് മാറ്റാൻ മടിക്കാത്തവനാണ് ഞാൻ. നിധിയുടെ ഇപ്പോഴത്തെ ആവശ്യം എനിക്കറിയാം. ആരുടെ കാല് പിടിച്ചിട്ടായാലും വസുന്ധരയെ തോൽപ്പിക്കണം. അതിനുവേണ്ടി ഇതുവരെ ചെയ്ത പോലെ എല്ലാ തെറ്റുകൾക്കും മാപ്പിരുന്ന് ക്ഷമ ചോദിക്കലാണ് ഈ മാറ്റി നിർത്തലിന്റെ ഉദ്ദേശമെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ആയിക്കോളൂ. വെറുമൊരു കോംപ്രമൈസ് സംഭാഷണം കൊണ്ട് ഞാൻ കീഴടങ്ങി നിന്റെ പക്ഷത്തേക്ക് മറിയുമെന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് നീ. എനിക്കെതിരെ പട നയിച്ചിട്ടുണ്ട് നീ. ദേ, എന്റെ കാല് ഫ്രീ ആയി. ക്ഷമ ചോദിച്ചോളൂ. ഈ രജിസ്ട്രേഷന്റെ കാര്യത്തിലല്ലെങ്കിലും ഭാവിയിലെങ്കിലും നിനക്കത് ഉപകരിക്കും. എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇപ്പൊ കാല് പിടിച്ചാൽ അടുത്ത ഇനത്തിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞത് അങ്ങോട്ട് ദഹിച്ചില്ലല്ലേ? തൽക്കാലം അതേ നടക്കൂ നിധി. കാരണം നീയും നിന്റെ ഗൗതവും കൊതിച്ച ഒരു തുണ്ട് ഭൂമിയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അത് എനിക്കൊന്ന് ആസ്വദിക്കണം. ആസ്വദിച്ചേ പറ്റൂ. പിന്നെ നീ വിളിച്ചപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിന്നോടും നിന്റെ ഗൗതമനോടും പല തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാ, ഒരു ക്ഷമ പറഞ്ഞ് കോംപ്രമൈസിലെത്തിക്കോളാൻ. ഇപ്പൊ നീ എന്റെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഇരട്ടി മധുരത്തിൻ്റെതാവും. എന്തിനാ മടിക്കുന്നത്? എന്റെ കാലുകൾ നിന്റെ കരസ്പർശം വെക്കാൻ കൊതിച്ചു നിൽക്കുക. മടിക്കണ്ട, തുടങ്ങിക്കോളൂ. മിസ്റ്റർ CK ചന്ദ്രബോസിനെ 4 ആളുടെ മുൻപിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു മാറ്റിയത് ആരും കാണാതെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ തന്നെയാ. പക്ഷേ ആ കാലുകൾ എന്റേതും കാല് പിടിക്കുന്നത് CKCയുമായിരിക്കുമെന്ന് മാത്രം. ഒരു ചാൻസ് തരികയാണ് ഞാൻ, രക്ഷപ്പെടാൻ ഒരു അവസാന അവസരം. എന്തു പറയുന്നു? ഒരു മാപ്പിരക്കലിന് താല്പര്യമുണ്ടോ? ഭ്രാന്താണ് നിനക്ക്. വെറുതെ മെനക്കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ പോയി ആ രജിസ്ട്രേഷൻ നടത്തട്ടെ. നിർമ്മല. CKCക്ക് ഒരു നിർമ്മലയെ അറിയൂ? ഒരു നിർമ്മല അറിയൂ? ഇങ്ങോട്ട് വന്നു നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഈ നിമിഷം വരെ നാവടക്കാതെ വീമ്പിളക്കിക്കൊണ്ടിരുന്ന CKCക്ക് പെട്ടെന്ന് എന്തുപറ്റി ഒരു മൗനം? നിർമ്മല എന്നുള്ള പേര് കേട്ടതും ഷോക്കേറ്റതുപോലെ ആയി പോയല്ലോ. പറയൂ CKC, നിർമ്മല എന്നൊരു സ്ത്രീ അറിയോ നിങ്ങള്? നിർമ്മലയോ? ഏത് നിർമ്മല? ഏയ്, എനിക്കെങ്ങനെ അറിയില്ല. മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങി ഇപ്പോഴും തുടരുന്നൊരു കഥയാണത്. പ്രണയം നടിച്ച് ഒരു സ്ത്രീയെ ചതിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ട ഇടത്തു നിന്നും തുടങ്ങുന്ന ഒരു കഥ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. ചോദ്യം ഇപ്പോൾ നിർമ്മല എവിടെയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആ നിർമ്മല എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഈ നാട്ടിൽ തന്നെയുണ്ട് നിർമ്മല, എനിക്കറിയാവുന്ന ഒരിടത്ത്. നിർമ്മല എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞതാ. എവിടെയാ നിർമ്മല ഉള്ളത്? ഈ ആവേശം സാറ് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. നിർമ്മലയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ സാർ ഇത്രയും ആവേശഭരിതനായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ
എന്തായിരിക്കും അവസ്ഥ? അതുകൂടി ഞാൻ പറയട്ടെ. എന്താ? നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ നിർമ്മലയ്ക്കും പിറന്ന ഒരു കുഞ്ഞില്ലേ? ഒരാൺകുഞ്ഞ്. അവനിപ്പോ വളർന്നു വലുതായി കഴിഞ്ഞു. മിടുക്കന, നിങ്ങളെക്കാൾ മിടുക്കൻ. നിങ്ങളുടെ ആ മകൻ എവിടെയുണ്ടെന്നും എനിക്കറിയാം. നിധി, നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ? നിർമ്മലയും ആ മകനും എവിടെയുണ്ടെന്ന് എനിക്കറിയണം. പറയാൻ. പറയും. പക്ഷേ അത് നിങ്ങളോടല്ല. ഇവിടുന്ന് ഞാൻ നേരെ പോകാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലേക്കാ. നിങ്ങളുടെ ഭാര്യ ജ്യോതിർമയിയെ കാണാൻ. എല്ലാം ഞാൻ ജ്യോതിർമയിയോട് തുറന്നു പറഞ്ഞോളാം. വേണ്ട നിധി, വേണ്ട. ഈ ഹോട്ട് ന്യൂസ് എങ്ങാനും ജ്യോതിർമയി മാഡം അറിഞ്ഞാലുള്ളൊരവസ്ഥ. സന്തോഷം കൊണ്ട് ആളങ്ങ് തുള്ളിച്ചാടും. മക്കളില്ലാത്ത വിഷമം ഭർത്താവ് 10-30 വർഷങ്ങൾക്ക് മുൻപേ മാറ്റി തന്നല്ലോ എന്ന് ചിന്തിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം തരും. എന്തു പറയുന്നു സർ? ഞാൻ പോയി ജ്യോതിർമയി മാഡത്തെ കണ്ട് ഈ സന്തോഷ വാർത്ത അങ്ങ് അറിയിക്കട്ടെ? നിധി, വേണ്ട. അങ്ങനെയൊന്നും ചെയ്തു കളയരുത്. അതെന്താ വേണ്ടാത്തത്? കുടുംബത്തിന് വേണ്ടി ചെയ്ത ഈ നല്ല കാര്യം ഭാര്യ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഒരു കാര്യം ചെയ്യും സാർ, നിന്ന് സമയം കളയണ്ട. സോമശേഖരൻ സാറിന്റെ പ്രോപ്പർട്ടി അതിപ്പോ ഒരു തുണ്ട് ഭൂമിയാണെങ്കിൽ പോലും സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതാണല്ലോ സാറിന് വലിയ കാര്യം. ചെല്ല്, രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സാർ ഇവിടെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ പ്രിയതമയോട് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് വിശദീകരിക്കാം. നിങ്ങൾ വാങ്ങുന്ന ആ മണ്ണിൽ തന്നെ നിങ്ങളെ കുഴിച്ചു മൂടാനുള്ള ഏർപ്പാടും കൂടി ഞാൻ ഉണ്ടാക്കാം. എന്താ, ഓക്കെ അല്ലേ? എന്നാ ശരി. ഇക്കാലം അത്രയും ഞാൻ കൊണ്ടുകിടന്ന ഒരു രഹസ്യമാണത്. അതൊരിക്കലും ജ്യോതിർമയി അറിയരുത്. പ്ലീസ് നിധി, എന്റെ ജീവിതം തകർക്കരുത്. നിർമ്മല എന്ന പാവം സ്ത്രീയെ സ്നേഹം അഭിനയിച്ച വലയില് വീഴ്ത്തി സ്വന്തം ആവശ്യം കഴിഞ്ഞപ്പോ വയറ്റിലൊരു കുഞ്ഞിനെയും സമ്മാനിച്ച് പണക്കൊതി മൂത്ത് സമ്പന്നയായ ജ്യോതിർമയിയേയും കെട്ടി ഭാര്യയുടെ സ്വത്തിൽ രാജാവായി കഴിയല്ലേ നിങ്ങള്? ഈ രാജകീയ ജീവിതം അങ്ങ് അവസാനിക്കട്ടേന്ന്. CK ചന്ദ്രബോസ് എന്ന ബിസിനസ് രാജാവായി വിലസി നടക്കുമ്പോഴും സമ്പത്തിന്റെ മുഴുവൻ കൺട്രോളും ജ്യോതിർമയിയുടെ കയ്യിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.